വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ചെയ്തികൾക്കെതിരെ ആഞ്ഞടിക്കുകയാണ് കെ.എൻ. ബാലഗോപാൽ. അതിൻ്റെ വിശദാംശങ്ങളുമായി എ.കെ. ലതീഷ് ചേരുകയാണ്. ലതീഷ്, എന്തൊക്കെയാണ് കെ.എൻ.ബി പറഞ്ഞത് ഘട്ടം ഘട്ടമായി? അജിംഷാദ്, ലൈഫ് ഭവന പദ്ധതിയിൽ പുതിയ ഉത്തരവ്. അർബൻ മേഖലയിൽ പുതിയ ഗുണഭോക്താക്കൾക്ക് അവർ ഗുണഭോക്തൃവിധമായി 1 ലക്ഷം രൂപ വെക്കണം എന്നുള്ള പുതിയ ഉത്തരവ് ഞെട്ടിപ്പിക്കുന്നതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം ഞെട്ടിപ്പിക്കുന്നതാണെന്നാണ് മുൻ ധനമന്ത്രിയും CPIM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ.എൻ. ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം കേന്ദ്രം നിർദ്ദേശിച്ചതനുസരിച്ച് ബോർഡ് വെക്കാനും ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഇത് രണ്ടും രാഷ്ട്രീയമായും അതേപോലെ തന്നെ സാമ്പത്തികമായും എല്ലാം ഞെട്ടിക്കുന്ന തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ബോർഡ് വെക്കാനുള്ള തീരുമാനം മുൻ സർക്കാർ ഒരു പോളിസി എന്നുള്ള നിലയിൽ, നയം എന്നുള്ള നിലയിൽ നേരത്തെ തന്നെ അംഗീകരിക്കാത്ത ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. കേന്ദ്രം പറഞ്ഞാൽ എന്തു ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള നിലയിലേക്ക് വി.ഡി. സതീശൻ സർക്കാർ മാറി. മുമ്പും പല ഘട്ടത്തിലും കേന്ദ്രം ഇത്തരത്തിലുള്ള നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ അതിനെതിരെ നിയമപരമായും രാഷ്ട്രീയമായും എല്ലാം പോരാടിയ ചരിത്രമാണ് കഴിഞ്ഞ 10 വർഷം കേരളം കണ്ടത്, അല്ലെങ്കിൽ രാജ്യം കണ്ടത് എന്ന് ഡൽഹിയിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ സമരം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കുകയുണ്ടായി. എല്ലാ രംഗത്തും പണം വെട്ടിക്കുറയ്ക്കുകയാണ് സംസ്ഥാന സർക്കാർ. ജനങ്ങളെ വഞ്ചിക്കുന്ന സമീപനമാണ് UDF സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് പിൻവലിക്കണമെന്നും ജനങ്ങളുടെ പോക്കറ്റടിക്കുന്ന സമീപനത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്നും ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കുകയുണ്ടായി.